കെ മുരളീധരനെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ ആദ്യമായി വിമർശനം ഉന്നയിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന ഉണ്ടായത് കെ മുരളീധരന്റെ ഭാഗത്ത് നിന്നാണ്. എന്തായാലും അദ്ദേഹത്തെ പുകഴ്ത്തി ഒതുക്കുവാനാണോ സന്ദീപ് വാര്യരുടെ പരിപാടി? പുകഴ്ത്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ട്രോളും പോലത്തെ പുകഴ്ത്തലായി പോയി. ശ്രീത്തത് കണ്ടായിരുന്നോ? ആന, കടൽ, മുരളീധരൻ, ഇത് മൂന്ന് മോഹൻലാൽ, മുരളീധരൻ, ഇത് ഇത്രയും നമുക്ക് കണ്ടാ മതി വരത്തില്ല എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. മേക്കപ്പിനൊക്കെ ഒരു പരിധിയിലിടാൻ ചോദിക്കുന്നത് പോലെ പുകഴ്ത്തലിനൊക്കെ ഒരു പരിധിയിലിടാം എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഈ സന്ദീപ് വാര്യർ കുറച്ച് ഓവറാണ്. അതായത് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചേക്കേറിയപ്പോൾ നേരെ പാണക്കാട്ടേക്ക് പോകുന്നു, കാല് പിടിക്കുന്നു, മറ്റവൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കുന്നു, രാഹുലിന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, നിങ്ങളുടെ ഒരുത്തനായി ഞാൻ വരുമെന്ന് പറയുന്നു, നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ തോന്നുന്നു യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ ചെയ്യേണ്ടത് BJP-യിൽ നേരിട്ട അനീതികൾ കോൺഗ്രസിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ള സാമാന്യമായിട്ടുള്ള ചെറിയ കാര്യമാണ്. മനസ്സിലായില്ലേ? ഈ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും രണ്ടും രണ്ടാണ്. സന്ദീപ് വാര്യർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർഡ് വർക്കാണ്. കോൺഗ്രസിൽ എന്തെങ്കിലും ഒരു ആർക്കും നീരസം വരാത്ത രീതിയിൽ ഓടി നടന്ന് കോൺഗ്രസ്സുകാരെ മുഴുവൻ കണ്ട് പ്രീണിപ്പിക്കുകയാണ്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കോൺഗ്രസിൽ നിൽക്കുക, BJP-ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, താൻ അവിടെ നേരിട്ട കാര്യങ്ങൾ പറയുക, എങ്കിലേ ജനങ്ങൾക്കിടയിലേക്ക് അത് ഇറങ്ങത്തുള്ളൂ, അത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അത് പോകത്തുള്ളൂ. ഇപ്പോൾ ഒരുമാതിരി കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് സന്ദീപ് വാര്യർ ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മുടെ ഇതിൽ സന്ദീപ് വാര്യർ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്ന ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ കെ മുരളീധരൻ ഇനി കോൺഗ്രസിൽ വലിയ രാഷ്ട്രീയ ഭാവിയൊന്നുമില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ സഹോദരി പത്മജ പലതവണ ആവർത്തിച്ച് പറയും. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി കോൺഗ്രസിലില്ലെങ്കിലും രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന് ഉണ്ട്. കോൺഗ്രസിൽ ഇല്ലെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇനിയും രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന് ഒരുപാട് ദീർഘദൂരമുണ്ട്. ആ രാഷ്ട്രീയ ഭാവി അദ്ദേഹം ഏത് പാർട്ടിയിൽ കയറി മുന്നോട്ട് പോകണം എന്നുള്ളതിനെ ചൊല്ലിയാണ് ഇരിക്കുന്നത്. BJP ചൂണ്ടയിട്ടിട്ടുണ്ട് കെ മുരളീധരന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ ആ ചൂണ്ടയിൽ കൊത്തി BJP-യിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ഉന്നയിക്കുന്നുണ്ട്. എത്താം. പരിണിതപ്രജ്ഞരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ വരെ പറയുന്നുണ്ട് എത്താം, ഒരു കുഴപ്പമില്ല. കാരണം മുരളീധരൻ എത്ര പാർട്ടി മാറിയതാണ്. കരുണാകരൻ എന്ന് പറയുന്ന സ്വന്തം അച്ഛനെ വെല്ലുവിളിച്ച് DCI പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളാണ് മുരളീധരൻ എന്ന് പറയുന്ന ആൾ. ഇന്ദിരാ കോൺഗ്രസിൽ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ തിരിച്ച് കോൺഗ്രസിൽ പോയി, എന്നിട്ടും മകൻ വന്നിട്ടില്ല. അവിടെ നിന്ന് വീണ്ടും പല പാർട്ടികളിൽ പോയി. ആ പാർട്ടിയുടെയൊക്കെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചു. അവിടെ എല്ലാം പ്രവർത്തിച്ചപ്പോഴും കോൺഗ്രസ് മുരളീധരനെ തിരിച്ചു വിളിച്ചിട്ടില്ല. എന്നാൽ കരുണാകരൻ്റെ മരണത്തോടു കൂടിയാണ് മുരളീധരനെ കോൺഗ്രസ് തിരിച്ചു വിളിച്ചത്. പിന്നെ ഇനി ഉയരണ്ണനുക്ക് ഉടലെണ്ണനുക്ക് എന്ന് പറഞ്ഞ് കോൺഗ്രസിലേക്ക് തിരിച്ചു പോയി. വട്ടിയൂർക്കാവിൽ മാനം മര്യാദയ്ക്ക് അദ്ദേഹം നിൽക്കുകയായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഉള്ളതുപോലെ വിളിച്ചു പറയും. കാരണം അദ്ദേഹം കരുണാകരൻ്റെ മകനാണ്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും. അദ്ദേഹത്തിന് യാതൊരുവിധ പ്രീണിപ്പിക്കൽ കാണാത്ത ഒരു നേതാവ് കെ മുരളീധരനാണ്. ബാക്കി എല്ലാ നേതാക്കന്മാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ആരെങ്കിലുമൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ പ്രീണിപ്പിക്കും, ഒരാളെ കുറ്റപ്പെടുത്തും. പക്ഷേ കെ മുരളീധരൻ ഒരു ഒറ്റയാനാണ്. അതിപ്പോൾ സുധാകരൻ തെറ്റ് ചെയ്താലും സതീശൻ തെറ്റ് ചെയ്താലും മുരളീധരൻ്റെ നിലപാട് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും, അത് ശരിയുമായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ സന്ദീപ് വാര്യർ ഇവിടെ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്ന ഒരു ഇതുണ്ടല്ലോ. ഇടക്കാലത്ത് പറഞ്ഞ് ഞാനടുത്ത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നില്ലെന്ന് ഈ വടകരയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അല്പസമയം മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രതിമ നിർമ്മിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിലപാട് മാറ്റുന്നതല്ല, അത് ആ പാർട്ടിയെ വെറുത്തിട്ട് പറയുന്നത്. അദ്ദേഹം കെ കരുണാകരൻ്റെ ഒരു പ്രതിമ, അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ആര് വയ്ക്കുന്നത്? അതിന് BJP വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. BJP ഗുജറാത്തിൽ പട്ടേൽ പ്രതിമ വെച്ചതുപോലെ ഇവിടെ കെ കരുണാകരൻ്റെ ഒരു പ്രതിമ BJP വെച്ചാലേ കാര്യങ്ങൾ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. BJP പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ശങ്കറിന്റെ പ്രതിമ നമ്മൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയാണ്. അന്ന് വലിയ വിവാദമെല്ലാം ഉണ്ടായിരുന്നു. അന്നാണ് കോൺഗ്രസ്സുകാരെ അറിഞ്ഞ തങ്ങളുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ശങ്കർ. ഇവര് വയ്ക്കുകയില്ല, വയ്ക്കാൻ പോകുന്നവരെ സമ്മതിക്കുകയില്ല. തെറിവിളിയാണ് ഇവരുടെ കുഴപ്പമെന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയപ്പോൾ
ഈ കോൺഗ്രസ്സുകാരൊന്ന് വിജിലൻ്റായി. കെ കരുണാകരൻ്റെ ശവകുടീരത്തിലേക്ക് ഒരു BJP-കാരനെ പോലും കയറ്റരുത്, മുരളീധരൻ അത് നോക്കണം എന്നുള്ള രീതിയിലൊക്കെ ലൈനായി. അപ്പോൾ ശവകുടീരം എന്ന് പറയുന്നത് ആ വീടിരിക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയും പേരിലാണ്. അവിടെ ആര് വരണം ആര് വരണ്ടെന്ന് അവന് കൂടെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അപ്പോഴും വെട്ടിത്തുറന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി രാഷ്ട്രീയം നിർത്തുന്നു, ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ പറയുന്നത് മടുത്തിട്ടാണ്. പുള്ളിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ കോൺഗ്രസ്സിന് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഒന്നെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ പൊട്ടൻഷ്യൽ കണ്ട് ഭയന്ന് പുള്ളിയെ ഒതുക്കി മാറ്റി നിർത്താനാണ് കോൺഗ്രസ്സുകാരുടെ തീരുമാനം. കാരണം കെ മുരളീധരനെ ഒന്ന് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം കേരള രാഷ്ട്രീയം മുഴുവനൊന്ന് ഇളക്കി മറിച്ച് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനവും കൊണ്ടേ പൊങ്ങും. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള വ്യക്തിയാണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടി മാറി BJP-യിലേക്ക് വരാനും യാതൊരുവിധ പ്രയാസവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. BJP-യിലേക്ക് കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബോണസാണ് BJP-ക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കാ കോൺഗ്രസ്സിൽ പണി കിട്ടുക? ഇപ്പോൾ കോൺഗ്രസ്സിൽ കയറിയിരിക്കുന്ന സന്ദീപ് വാര്യർക്ക്. അതായത് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നപ്പോൾ കെ മുരളീധരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അത് കെ മുരളീധരൻ സന്ദീപ് വാര്യരെ വിമർശിച്ചിട്ടുമുണ്ട്, പോയി കഴിഞ്ഞാൽ അത് ഈ സന്ദീപ് വാര്യർ ആരായിരുന്നു? ഒരു BJP വക്താവ്. എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് പുള്ളിക്കുള്ളത്? പുള്ളിയുടെ അച്ഛൻ ഇതായിരുന്നു, പുള്ളിയുടെ അമ്മ അതായിരുന്നു എന്നൊക്കെ പുള്ളി പറയുന്നു. പക്ഷേ കെ മുരളീധരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താ? ഒരു കാലത്ത് നമ്മുടെ നാഷണൽ ഹൈവേസിലൂടെ മുഖ്യമന്ത്രിയുടെ കൊടിവെച്ച കാറ് ഹൈസ്പീഡിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നത് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്? ഗുരുവായൂർക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു നമ്മുടെ കരുണാകരൻ, കെ കരുണാകരൻ. ജയ് ഗുരുവായൂരപ്പ എന്ന് പറയാതെ അദ്ദേഹം ഒരു വാചകം തുടങ്ങത്തില്ല. അത്രയ്ക്ക് വലിയ ഒരു ഭക്തനായിരുന്നു, ഗുരുവായൂർ ഭക്തൻ. അത്ര ഗുരുവായൂർ ഭക്തനായിരുന്ന ഒരു കെ കരുണാകരൻ എന്ന് പറയുന്ന സമുന്നതനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ലീഡറുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ BJP-ക്ക് വലിയൊരു ഉണർവ് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJP-ക്ക് അദ്ദേഹത്തെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാനും കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്, ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ ഒരിക്കലും മടുക്കില്ല, ഇവരെല്ലാം ഒരിക്കലും മടുക്കില്ല. എൻ്റെ മുരളിയേട്ടാ എന്നാണ് സന്ദീപ് വാര്യർ കെ മുരളീധരൻ. സന്ദീപ് വാര്യർ കണ്ടുകൊണ്ടേയിരിക്കണമെന്നാണ്. BJP-യിലേക്ക് പോകുമെന്ന് പേടിച്ചായിരിക്കും കണ്ടുകൊണ്ടേയിരിക്കുക. അതെ അതെ അതെ. കണ്ണ് ചിമ്മി പോയാൽ ചിലപ്പോൾ BJP-യിൽ പോയാലോ, കണ്ണ് ചിമ്മി പോയാൽ ചിലപ്പോൾ സന്ദീപ് വാര്യർ BJP-യിലേക്ക് പോയാലോ. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം കൂടെ അവിടെയുണ്ട്. അതുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഇനി ഇയാളെങ്ങാനും ചാടിപ്പോയാൽ അതും എൻ്റെ തലയിലാവും. അതുപോലെ മീശമാധവൻ സിനിമയിൽ പറയുന്നത് പോലെ ഇന്ന് അവിടെ കയറണ്ട, ഇന്ന് അവിടെ കയറിയാൽ അതെൻ്റെ തലയിലാവും, എന്നാൽ നാളെ കയറാം, നാളെ കയറിയാൽ അതിൻ്റെ പിറ്റേന്ന് എൻ്റെ തലയിലാവും എന്ന് പറയുന്നത് പോലെ കെ മുരളീധരൻ ചാടിപ്പോയാൽ അത് സന്ദീപ് വാര്യരുടെ തലയിലാവും. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ BJP പ്രവേശനം സന്ദീപിൻ്റെ കെ മുരളീധരനെ എതിർത്തല്ലോ. അതിന് കെ മുരളീധരൻ പറഞ്ഞ ന്യായങ്ങൾ ശ്രീത് കേട്ടായിരുന്നു. ഒന്ന്, മഹാത്മാഗാന്ധി വധത്തെ സന്ദീപ് വാര്യർ ന്യായീകരിച്ചു. ഇതാണ് ആദ്യത്തെ ന്യായം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ന്യായം എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയെ സന്ദീപ് വാര്യർ വിമർശിക്കുന്ന 100-150 പോസ്റ്റുകൾ ഞാൻ ഇട്ടേരാം. ഞാൻ പറയട്ടെ, ഇപ്പോഴും സന്ദീപ് വാര്യരുടെ ഉള്ളിൽ രാഹുൽ ഗാന്ധി ഒരു എന്താണ്, അദ്ദേഹത്തിന് പപ്പു തന്നെയാണ്. അത് സന്ദീപ് വാര്യർക്കും അറിയാം. പക്ഷേ സ്വാർത്ഥ താല്പര്യം എന്ന് പറയുന്ന ഒരു താല്പര്യം മനുഷ്യൻ്റെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു റിപ്പോർട്ടുകൾ അനുസരിച്ച്, ഇൻസൈഡ് റിപ്പോർട്ട്സ് അനുസരിച്ച്, ഈ സന്ദീപ് വാര്യർ 3 സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നുണ്ട്. അതറിയാമോ ശ്രീതിന്? 3 സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നുണ്ട് പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരൻ തിരക്കഥ എഴുതുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇപ്പം മട്ടാഞ്ചേരി മാഫിയയോട് ചേരാനുള്ള ആ ഒരു ലൈനാണെന്നാണ് എനിക്ക് BJP-ക്ക് അകത്ത് തന്നെയുള്ള ചില സമുന്നതനായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. മട്ടാഞ്ചേരി മാഫിയയുടെ സഹായം വേണം. അയാൾ തിരക്കഥ എഴുതുകയാണ്. മട്ടാഞ്ചേരി മാഫിയയുടെ സഹായം പുള്ളിക്ക് വേണം. അത് ഈ ഹലാൽ വിഷയമൊക്കെ വന്നപ്പോൾ സന്ദീപ് വാര്യരെ പിടിച്ച് പുറത്താക്കിയല്ലോ. ഹലാൽ വിഷയം വന്നപ്പോഴല്ല, വേറൊരു വിഷയമായിരുന്നു. അത് സദാചാരബോധമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ലെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സന്ദീപ് വാര്യരെ പിടിച്ച് പുറത്ത് നിർത്തിയപ്പോൾ സന്ദീപ് വാര്യരെ അപ്പം മുതലാണ് തിരക്കഥ എഴുതി തുടങ്ങിയത്. പ്രൊഫഷനിൽ നിന്ന് പുറത്തായി, മനസ്സിലായില്ലേ? അത് തൊട്ട് സന്ദീപ് വാര്യർ 3 സിനിമയ്ക്കുള്ള തിരക്കഥ എഴുതുന്നു. ആ തിരക്കഥ ഇനി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് മട്ടാഞ്ചേരി മാഫിയ. കാരണം അവർ പറയുന്നത്, BJP തന്നെ പറയുന്നത്, ഈ തിരക്കഥ പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾ വരുന്നില്ല, കാരണം ഇയാൾ മാറ്റസംഖ്യയാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടീവും കൂടെ ഇതിനകത്തുണ്ട്. അതായത് ഒരു പടിക്ക് 5-6 പക്ഷികളാണ് സന്ദീപ് വാര്യർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ണി മുകുന്ദനെല്ലാം ഒരു മാതൃകയായിട്ട് അവിടെ ഉണ്ടല്ലോ. ഉണ്ണി മുകുന്ദൻ മാതൃകയായിട്ടുണ്ട്. പക്ഷേ ഉണ്ണി മുകുന്ദൻ
വലിയ വിമർശനങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ പക്ഷേ ഞാൻ പറയട്ടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞല്ലോ ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദൻ ഈ ഇടയ്ക്കല്ലേ ഉണ്ണിമുകുന്ദന് BJP പട്ടവും സംഘിച്ചാപ്പയൊക്കെ കിട്ടിയത്. ഉണ്ണിമുകുന്ദൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇപ്പം സംഘിച്ചാപ്പയുള്ള ഒരാൾ സിനിമയിലോട്ടുള്ള എൻട്രി തന്നെ നടക്കില്ല. അത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻട്രി ചെയ്തിട്ട് ഇപ്പൊ ഈ സുഡാപ്പികളെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ നിഷ്പക്ഷരായിട്ട് വന്ന് എൻട്രി ചെയ്യും. കൊണ്ടുവരുന്നത് ഈ വലിയ വലിയ എന്താണ് നമ്മുടെ ഈ തല്ലുമാലയിലെയൊക്കെ ഡയറക്ടർ ഉണ്ടല്ലോ മൂസിൻ ബജാരിയും, ജമാഅത്തെ ഇസ്ലാമിയാണ് അയാൾ ഈ റീലിലൊക്കെ നരേന്ദ്രമോദി വിരുദ്ധത പറയുന്ന കുറേ വേട്ടാവളയന്മാരെ പൊക്കിക്കൊണ്ടുവന്ന് അവന്മാരെ ഇരുത്തിയിട്ട് ഒരു 2, 3, 4 നിഷ്പക്ഷ സിനിമ ചെയ്ത് നാട്ടുകാർക്ക് ഇടയിലെല്ലാം ഒരു സ്വീകാര്യത ഉണ്ടാക്കിയ ശേഷം പതുക്കെ എന്ത് ചെയ്യും, സിനിമയുടെ ആംഗിൾ അങ്ങോട്ട് മാറ്റും. പിന്നെ അങ്ങോട്ട് യുവമാരൊക്കെ അഭിനയിക്കുന്ന പടങ്ങൾ ജനഗണമന, മറ്റേ പടം, മറിച്ച പടം, മനസ്സിലായില്ലേ, പിന്നെ അങ്ങനെയുള്ള സിനിമകളാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. അപ്പോൾ അതുപോലെ എസ്റ്റാബ്ലിഷ് ആവണം. എസ്റ്റാബ്ലിഷ് ആവാനായിട്ട് സന്ദീപ് വാര്യർക്ക് മട്ടാഞ്ചേരി മാഫിയ വേണമെന്നാണ് അവർ പറയുന്നത്. ചിലപ്പോൾ അത് ആരോപണം മാത്രമായിരിക്കാം, മനസ്സിലായില്ലേ. നടനായി മാറുമോ അവസാനം തിരക്കഥ എഴുതി ആവട്ടെ, പുള്ളിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിച്ചോട്ടെ. ഇപ്പം നല്ലപോലെ അഭിനയിക്കുകയല്ലേ, എൻ്റെ മുരളിയേട്ടാന്ന് വിളിച്ച് കരയുന്നത് കണ്ടില്ലേ. പക്ഷെ പുള്ളിയെക്കാട്ടും നല്ല അഭിനയം കേട്ടോ മുരളീധരന്. അടുത്തുനിന്ന് മുരളീധരന് വിതുമ്പുന്നു, മുരളീധരൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.